ഇനി നമുക്കിന്നൊരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം. ഞാൻ അതിനായിട്ട് കുറച്ച് ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണക്കച്ചെമ്മീൻ കണ്ടോ. ഞാൻ അതിൻ്റെ തലയൊക്കെ കളഞ്ഞ് കഴുകിയെടുക്കാം. ഇങ്ങനെ തല വാലുമൊക്കെ ഇങ്ങനെ നുള്ളിക്കളഞ്ഞിട്ട് ഇത് കണ്ടോ ഇങ്ങനെ എടുത്തിട്ട് കഴുകിയെടുക്കാം. ഇത് അന്നേരം കൂട്ടാനേ കൊള്ളത്തുള്ളൂ, വെച്ചേക്കാൻ കൊള്ളത്തില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നത്. ഇത് നുള്ളി എടുക്കുന്ന താമസമേ ഉള്ളൂ. ഇത് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ ചട്ടിയിലോട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ലപോലെ മൊരിയിച്ചെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കല്ലേ, എണ്ണയൊന്നും ഒഴിക്കാതെ നമുക്കതൊന്ന് മൊരിയിച്ചെടുക്കാം. ചട്ടിയിലാകുമ്പോൾ എളുപ്പം വെള്ളം വലിഞ്ഞോളൂ എന്ന് വെച്ചിട്ട് ചട്ടി വെച്ചതാണേ. ഒരെണ്ണം തലയുള്ളതുണ്ട്. ഞാൻ അതിൻ്റെ തല മാറ്റിയത് കണ്ടോ. ഇത്രയും തല ഉണ്ടായിരുന്നു കണ്ടോ. അത് കളയും നമുക്ക്. കഴുകിയതുകൊണ്ട് ഇച്ചിരി വൈകുവേ ഇങ്ങനെ മൂത്ത് കിട്ടാനായിട്ട്. കഴുകിയില്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഉണങ്ങിയെടുക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. എവിടെ ഇട്ടാൽ മണ്ണ് കാണും ചിലപ്പം. നമ്മുടെ ചെമ്മീൻ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ കാല് അങ്ങനെയുള്ളതൊക്കെ ഇത് കരിഞ്ഞ് മാറിക്കിടക്കുന്നുണ്ടോ. നമുക്ക് അതൊക്കെ കളഞ്ഞിട്ട് ചെമ്മീൻ മാത്രമായിട്ട് എടുക്കാം. ഇത്രയും മതിയേ. നമുക്ക് ചമ്മന്തിക്കുള്ള തേങ്ങ തിരുമ്മിയെടുക്കാവേ. ഞാൻ ഇത്ര തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തിരുമ്മിയെടുക്കാം. ഞാൻ ഒരു കുഞ്ഞൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉള്ളി, ഒരു 10-12 ചുള ഉള്ളിയുണ്ട്, ഇച്ചിരി വലുതാണ്, അതെടുത്തിട്ടുണ്ട്. ഇത് ഒരു ശകല പുളി വേണമെങ്കിൽ ഇട്ടാൽ മതി നിങ്ങൾക്ക്. ഞാൻ പുളി ചേർത്തിട്ടാണ് എടുക്കുന്നത്, ശകലം പുളി. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ. ഞാൻ ഉപ്പ് കുറച്ചായിട്ട് കൊടുക്കുന്നത്, പോരെങ്കിൽ ഇടാം, താഴെ പൊയ്യത്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് കുറച്ച് കറിവേപ്പില അത് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം. മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. ഇവിടെ ഒരു തുണി വിരിച്ചിട്ടുണ്ട്. അതിൽ ഇത് ഇടിക്കുന്ന കല്ല് വെച്ച്, കല്ലല്ല ഇത് ഇരുമ്പിൻ്റെയാണ്, ഇരുമ്പല്ല സ്റ്റീലാണ്, എൻ്റെയാണ്. അത് വെച്ച് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ ആ കരിഞ്ഞതൊക്കെ മാറ്റി കളഞ്ഞിട്ടാണ് ഇടുന്നത്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അരകല്ലേ വെച്ചിട്ട് പൊടിച്ചെടുത്താലും മതിയേ. എനിക്കിപ്പോൾ അരകല്ല് ഉപയോഗിക്കാത്തതുകൊണ്ട് അതിന് ഇച്ചിരി കഷ്ടപ്പാടായിടുന്നത്. അതുകൊണ്ട് ഞാനിത് വെച്ച് പൊടിച്ചെടുക്കുവാണേ. ഉപ്പായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ തേങ്ങയും പുളിയും മുളകും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇടരുത്, ഇപ്പം തേങ്ങയൊക്കെ കൂടി ഇട്ട് കൊടുക്കാം. പച്ച തേങ്ങയാണ് ഇടുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെച്ചേക്കാൻ കൊള്ളത്തില്ലെന്ന്. പിന്നെ ഫ്രിഡ്ജിൽ ഒരു ദിവസമൊക്കെ വെച്ചേക്കാം. അല്ലാതെ നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കും കേട്ടോ, ചെമ്മീൻ ചമ്മന്തിപ്പൊടി. അത് കുറേ നാൾ വെച്ചേക്കാം, കേടാവത്തില്ല. ഇതൊന്ന് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് ചതച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ചതച്ച് കൊടുക്കാം. സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയിട്ട് ചതയ്ക്കാം. ഇനി നമുക്ക് ആ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ. ഉള്ളി ഒത്തിരി അരിയുന്ന പോലെ ഇരിക്കേണ്ട, ചതഞ്ഞാൽ മതി നല്ലപോലെ. ഈ സമയം ഉപ്പൊക്കെ മതിയോന്ന് നോക്കിയിട്ട് പോരെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുക്കാവേ. എന്തിങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഉപ്പ് നോക്കട്ടെ, ഒക്കെ മതി കേട്ടോ. ഇതൊന്ന് നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. നമ്മുടെ ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ ചമ്മന്തിയും കൂടി ഇവിടെ ഒരാൾ ചോറുണ്ണുന്നുണ്ട് കേട്ടോ. കണ്ടോ, ചെമ്മീൻ ചമ്മന്തിയും ജീരവിയലും പുളിശ്ശേരിയും കൂട്ടി ചോറുണ്ണുവാണേ. അപ്പം നിങ്ങൾക്ക് ഈ കഴിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ശരി, നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.